പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞതിന് ശേഷമുള്ള സീറ്റ് വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓരോ കോളേജിലും ഓരോ കോഴ്സിന് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾ സീറ്റ് 0 ആണെങ്കിലും നിങ്ങൾ ആ കോളേജിലേക്ക് ഓപ്ഷൻ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ കോളേജിൽ ബികോമിന് 0 സീറ്റ് ആണെന്ന് കരുതാം. ബികോമിന് 0 സീറ്റാണ് സീറ്റ് വേക്കൻസി കാണുന്നതെന്ന് കരുതാം. അങ്ങനെ അടുത്ത തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇവിടെ ബികോമിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടി ആ കുട്ടിയുടെ ഹയർ ഓപ്ഷൻ ഉള്ള മറ്റൊരു കോളേജിലേക്ക് മാറുമ്പോൾ ഇവിടെ ഒരു സീറ്റ് വരും. അപ്പോൾ അടുത്ത തേർഡ് അലോട്ട്മെന്റിൽ ഈ കോളേജിലേക്ക് അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിന് ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന കുട്ടിയെ ഈ കുട്ടി പോയ സീറ്റിലേക്ക് എന്ത് ചെയ്യും, തേർഡ് അലോട്ട്മെന്റിൽ അലോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 0 സീറ്റ് കാണുന്നു എന്ന് വിചാരിച്ചിട്ട് അപേക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എന്നാലും നമുക്ക് സീറ്റ് വേക്കൻസി എന്താണെന്ന് കൃത്യമാണ്. നമ്മൾ പലരും അഡ്മിഷൻ എടുത്തത് എന്താണ്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട്. അപ്പൊ അടുത്ത അലോട്ട്മെന്റിൽ പല കുട്ടികളും മറ്റു പല കോളേജിലേക്കും മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റ് വേക്കൻസി 0 എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, അവിടെ കൊടുക്കാതിരിക്കേണ്ട, ഓപ്ഷൻ കൊടുക്കാതിരിക്കണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ സീറ്റ് വേക്കൻസി ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് എന്ന് കാണാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏതാണ് കോളേജ് നിങ്ങൾ നോക്കുന്ന കോളേജ് ലിസ്റ്റ് കാണാം. അതിൽ ഒരു കോളേജ്, ഇപ്പൊ ഞാൻ കൊണ്ടോട്ടി EMA കോളേജ് എടുത്തു. അവിടെ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ BA ഇംഗ്ലീഷിന് 7 സീറ്റ്, BA എക്കണോമിക്സിന് 11 സീറ്റ്, BA വെസ്റ്റേൺ സ്റ്റഡീസിന് 5 സീറ്റ്, അങ്ങനെ ജനറൽ ഇത്ര സീറ്റ് അവിടെ ബാലൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പല വിദ്യാർത്ഥികളും അപ്പൊ ഇത്ര സീറ്റ് അവിടെ വേക്കന്റ് ആണ്. അതുപോലെ കമ്മ്യൂണിറ്റി അഡ്മിഷൻ അവിടെ തുടങ്ങുന്നുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടപടികളൊക്കെ അവിടെ തുടങ്ങും. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ 12 എന്നൊക്കെ കാണുന്നത് അവിടെ വിളിച്ച് തുടങ്ങുന്നു. അപ്പൊ ഇവിടെ ഈ സീറ്റിലേക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് വേക്കൻസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അൺലോക്ക് ലാസ്റ്റ് ഇൻഡെക്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പൊ സീറ്റ് വേക്കൻസി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം. ഓക്കെ.